ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം നിസാനും അതുപോലെ റെനോയും ഇന്ത്യയിൽ രണ്ട് പുതിയ വാഹനങ്ങൾ, അതായത് ഒരു ബ്രാൻഡ് രണ്ട് പുതിയ വണ്ടികൾ വെച്ച് കൊണ്ടുവരുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ സെറ്റപ്പ് വണ്ടികൾ അവർ ടീസും ചെയ്തായിരുന്നു. ഒന്ന് നമ്മുടെ റെനോയുടെ പുതിയ അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV, അതുപോലെ പിന്നെ നമ്മുടെ നിസാൻ്റെ പുതിയ അബവ് 4 മീറ്റർ SUV ആണ്. ഇതിൻ്റെ പേരുകളൊന്നും അവർ കൺഫേം ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഡസ്റ്ററിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ എന്നൊക്കെ പറയാം. കാരണം ഡസ്റ്റർ റെനോയുടെ ഇന്ത്യയിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു നെയിം പ്ലേറ്റ് ആയിരുന്നു. അതുപോലെ നിസാൻ്റെ ടെറാനോ ഒരു പരിധി വരെ പറയാം, പക്ഷേ ഡസ്റ്റർ പോപ്പുലർ അത്രയും ടെറാനോ പോപ്പുലർ ആയിരുന്നില്ല. അതുകൊണ്ട് നിസാൻ ചിലപ്പോൾ പേര് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഡസ്റ്റർ എന്ന് പറഞ്ഞ പേര് റെനോ ഉപയോഗിക്കാൻ ഒരു 50% ചാൻസ് ഉണ്ട്. പക്ഷേ എനിവേ ഇപ്പോൾ ഈ വാഹനങ്ങളുടെ, അതായത് ഡസ്റ്ററിൻ്റെ തന്നെ എന്ന് വെച്ചാൽ ഈ ഡസ്റ്റർ എന്ന് പറയുമ്പോൾ ഡാഷ്യയുടെ ബിഗ്സ്റ്റർ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. പണ്ടത്തെ നമുക്ക് ഉണ്ടായിരുന്ന ഡസ്റ്ററിൻ്റെ B0 ആർക്കിടെക്ചറിൽ വരുന്നൊരു വാഹനമല്ല ഇത്. കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള CMF-B എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനകത്ത് അവർ രണ്ട് ബോഡി സ്റ്റൈലാണ് ഇന്ത്യക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. ഒന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് 5 സീറ്റർ മോഡലും അതുപോലെ പിന്നെ വരുന്ന 7 സീറ്റർ മോഡലുമാണ്. ഇപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ 7 സീറ്റർ മോഡലാണ്. നമ്മൾ പൊതുവേ ഈ വാഹനത്തിൻ്റെ 5 സീറ്റർ മോഡലിൻ്റെ ടെസ്റ്റിംഗ് കുറച്ചധികം കാലമായിട്ട് കാണുന്നതാണ്. ശരിക്കും 7 സീറ്റർ മോഡലാണ് ഈ ഡാഷ്യയുടെ ബിഗ്സ്റ്റർ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വാഹനം. 5 സീറ്റർ മോഡൽ പിന്നെയും സാധാരണ, അതായത് ബിഗ്സ്റ്ററിൻ്റെ തന്നെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസൈനൊക്കെ നമ്മൾ നേരത്തെ ഡസ്റ്ററിൻ്റെ ഒരു 5 സീറ്റർ മോഡൽ കണ്ട പോലെ തന്നെയാണ്. ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും 7 സീറ്റർ ആയതുകൊണ്ട് അവർ കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ഡിഫറൻസ് മനസ്സിലാകാൻ പോകുന്ന സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ്. 5 സീറ്റർ കാണുന്ന സമയത്ത് കുറച്ച് ചെറിയ വണ്ടിയുടെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ 7 സീറ്റർ കാണുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാഹനത്തിൻ്റെ ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ 7 സീറ്റർ മോഡൽ ആയതുകൊണ്ട് ഇതിന് ഒബ്വിയസ്ലി 5 സീറ്ററിനേക്കാൾ ലെങ്ത്തും കൂടുതലായിരിക്കും. 5 സീറ്ററിൻ്റെ ലെങ്ത്ത് ഏകദേശം 4.2 to 4.3 മീറ്റേഴ്സിന് ഇടയിലായിരിക്കും വരുന്നത്. 7 സീറ്റർ മോഡലിൻ്റെ ലെങ്ത്ത് 4.5 മീറ്റേഴ്സിൻ്റെ അകത്ത് വരെ പോകാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു റിയർ ഡോർ വരെ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണെങ്കിൽ അതിൻ്റെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എക്സ്റ്റൻഷൻ അവർ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായും സീറ്റ് ബാക്കിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി തന്നെ എടുത്തിരിക്കുന്ന എക്സ്റ്റൻഷനാണ്. പിന്നെ സൈഡിൽ നമുക്ക് വീൽസിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വലിയ വീൽസാണ് അവർ ഇതിൻ്റെ 7 സീറ്റർ മോഡൽ കൊടുത്തിരിക്കുന്നത്. 5 സീറ്ററിൽ കുറച്ചുകൂടെ ചെറിയ വീൽസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ നന്നായിട്ട് ഫീൽ ചെയ്യും. ബാക്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പം ഏകദേശം നമ്മുടെ സഫാരി ആ ഒരു റേഞ്ചിലേക്ക് പോകും. കാരണം അതിന് താഴെ വേറെ കോമ്പറ്റീഷൻ ഒന്നും ഇതിന് പ്രത്യേകിച്ച് വരുന്നില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് കുറച്ച് MPVs ആണ്, അതായത് കെയുടെ കാരൻസും അതുപോലെ എർട്ടിഗയും XL6 ഒക്കെ ഉണ്ട്. പക്ഷേ അതുമായിട്ടൊക്കെ ഇത് കോമ്പീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അവർ SUV ആയിട്ട് തന്നെ ആയിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്. XL6ഉം അതുപോലെ എർട്ടിഗ പിന്നെ നമ്മുടെ കാരൻസ് ഇതൊക്കെ കിയ പറയുന്ന റീക്രിയേഷൻ വെഹിക്കിൾ, അതുപോലെ മാരുതി സുസുക്കി പറയുന്ന MPV എന്ന് തന്നെയാണ്. പിന്നെയും അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ C3 എയർക്രോസ് ആയിട്ടാണ്. പക്ഷേ അതൊക്കെ കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞൊരു വാഹനമാണ്. അതിൻ്റെ മിഡിൽ വേരിയൻറ്റ് നമുക്കിപ്പോൾ 8.99 lakhs കിട്ടുന്നുണ്ട്. ഇത് തീർച്ചയായും അതിനേക്കാളൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയായിരിക്കും. പിന്നെ അത് 4.3 മീറ്റേഴ്സ് ലെങ്ത്തിൽ തന്നെ അവർ കഷ്ടപ്പെട്ട് 7 സീറ്റർ ആക്കി മാറ്റിയതാണ്. ഈ വണ്ടി എങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ലെങ്ത്ത് കൂട്ടിയിട്ട് അവർ സ്പേസ് നന്നായിട്ട് മാനേജ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ആ വണ്ടിയുടെ അവസ്ഥ വരും. കാരണം അതിൻ്റെ അകത്ത് 7 സീറ്റർ മോഡൽ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിലും സ്പേസ് കുറവാണ്, തേർഡ് റോയിലും സ്പേസ് കുറവാണ്. 5 സീറ്റർ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് സെക്കൻഡ് റോയിലെങ്കിലും സഫിഷ്യൻറ്റ് സ്പേസ് കിട്ടും മറ്റേ വണ്ടിയിൽ. പിന്നെ ഈ വണ്ടിയുടെ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതും നമ്മൾ ഏകദേശം ബിഗ്സ്റ്റർ കോൺസെപ്റ്റിൽ കണ്ട ആ ഒരു സെയിം ഡിസൈനാണ്. ഈവൻ ഡസ്റ്ററിൻ്റെ 5 സീറ്റർ മോഡൽ കണ്ട സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈൻ തന്നെയാണ് അവർ ഇതിൻ്റെ ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഇനി ഡസ്റ്ററിൻ്റെ 5 സീറ്റർ മോഡൽ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ കുറച്ച് ഇമേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഡാഷ്യ ഡസ്റ്ററിൻ്റെയും വന്നിട്ടുണ്ട്. റെനോ ഡസ്റ്ററിൻ്റെയും കുറച്ച് റെനോ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ റെൻഡേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ 7 സീറ്റർ ഡസ്റ്ററിൻ്റെ റെൻഡേഴ്സ്. ഇതിൻ്റെ അകത്ത് ഇപ്പം ആ ഒരു വാഹനത്തിൻ്റെ വലിപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഫ്രണ്ട് ആൻഡ് സൈഡ് ബേസ്ഡ് ആയിട്ടുള്ള റെൻഡറാണ്. ആൻഡ് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ പാസഞ്ചേഴ്സിൻ്റെ ആ ഒരു എൻട്രി അതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിലും സീ പില്ലറിൻ്റെ ബാക്കിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നി. പൊതുവേ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ എല്ലാം കൺവെൻഷണൽ ഡിസൈനിൽ തന്നെയായിരുന്നു കൊടുക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഡാസിയ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പിടിച്ചിരിക്കുന്നത്. 5 സീറ്റർ ഡസ്റ്ററിലും സെയിം അവിടെ തന്നെയാണ് ബാക്കിലത്തെ ഡോർ ഹാൻഡിലിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ഡിസൈൻ അത് നമ്മൾ ഈ റെൻഡേഴ്സിൽ നോക്കുകയാണെങ്കിലും സിമിലർ പാറ്റേൺ തന്നെയാണ്. പക്ഷേ ഒരു വലിപ്പം നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈവൽസ് നമ്മുടെ സഫാരി XUV700 അതുപോലെ എൽക്കസാറായിട്ട് അത്യാവശ്യം നല്ലൊരു ഹൈ കോമ്പറ്റീഷൻ പറയാം. കാരണം ആ വണ്ടി സഫാരി XUV700 ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത്തിരി കൂടെ താഴ്ന്ന റേഞ്ചിലാണ് നിൽക്കുന്നത്. പിന്നെ അത് ക്രെറ്റ ബേസ്ഡ് ആയിട്ടുള്ള വാഹനമാണ്. നമ്മളിപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ആ ഒരു 7 സീറ്റർ വാഹനങ്ങളല്ലേ, ഇപ്പം സഫാരി ഹൈലർ ബേസ്ഡ് ആണ്. അത് ക്രെറ്റയുടെ സെഗ്മെൻറ്റിൽ വരുന്നൊരു വണ്ടിയല്ല, കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന വണ്ടിയാണ്. പക്ഷേ എൽക്കസാർ എന്ന് പറയുമ്പോൾ കറക്റ്റ് അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV ആയ ഒരു വാഹനത്തിൻ്റെ 7 സീറ്റർ വേർഷൻ ആയതുകൊണ്ട് ഇതിന് നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ റൈവലായിട്ട് പറയാം. ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇൻ്റർനാഷണലി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഡാഷ്യ ഡസ്റ്ററിന് 3 പവർ ട്രെയിൻ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് 1.2 ലിറ്റർ ടർബോ പെട്രോൾ ആണ്. പിന്നെ ചില മാർക്കറ്റ്സിൽ ഒരു 1 ലിറ്റർ LPG മോഡലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ഒരു 1.6 ലിറ്റർ E-Tech ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ്. അത് അത്യാവശ്യം നല്ലൊരു പവർ ട്രെയിൻ ആണ്. 140 bhp എടുത്തത് പവറൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ
നമുക്ക് ഇന്ത്യയിൽ ഹൈ റൈഡറിലും അതുപോലെ ഗ്രാൻഡ് വിറ്റാറിലും ഒക്കെ കിട്ടുന്ന പോലെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് പവർ ട്രെയിൻ തന്നെയാണ് വരുന്നത്. PHEV ഒന്നുമല്ല, അതും സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ ഈ വാഹനത്തിൻ്റെ ഹൈബ്രിഡ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ വണ്ടികളൊക്കെ ആയിട്ട് പറയാം. അല്ലെങ്കിൽ പൊതുവേ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ കിട്ടുന്നത് ഒന്നെങ്കിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയിരിക്കും ബേസ് എഞ്ചിനായിട്ട് കൊടുക്കുന്നത്. അതിന് പുറമെ ടോപ്പ് എൻജിലേക്ക് വന്ന സമയത്ത് ടർബോ പെട്രോളിന് ഓപ്ഷൻ കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോക്സ് വാഗൻ പോലുള്ള കമ്പനികളൊക്കെ എടുക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് തന്നെ അവർ കുറച്ച് ചെറിയ കപ്പാസിറ്റിയുള്ള ടർബോ പെട്രോൾ എഞ്ചിൻ കൊടുക്കും. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഹയർ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ടർബോ പെട്രോൾ എഞ്ചിൻ കൊടുക്കും. അങ്ങനെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കേസിൽ നടക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇതിൻ്റെ അകത്ത് എഞ്ചിൻ അവർ ഇനീഷ്യലി, അതായത് ബേസിക് സ്പെക്കായിട്ട് കൊടുക്കാൻ പോകുന്നത് മിക്കവാറും മാഗ്നൈറ്റിലും കൈകാരിലൊക്കെ അവർ കൊടുക്കുന്ന 1 ലിറ്റർ ടർബോ പെട്രോൾ തന്നെയായിരിക്കും. അതിൻ്റെ പവർ കുറച്ചുകൂടെ കൂട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം മാഗ്നൈറ്റിൽ ജസ്റ്റ് 100 PS പവറും അതുപോലെ 160 ടോർക്കും ഒക്കെ വരുന്നുള്ളൂ. ആ ഒരു എഞ്ചിൻ സെയിം പവറിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി സ്ലഗിഷ് ആയിട്ട് തോന്നിയേക്കാം, അറ്റ്ലീസ്റ്റ് ടർബോ റേഞ്ചിൽ എത്തുന്നവരെങ്കിലും. അതുകൊണ്ട് അതൊരിത്തിരി പവർ കൂട്ടിയിട്ടൊരു 120 bhp അടുത്തൊക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഈ ഒരു ബേസ് എഞ്ചിനിൽ നിന്നുള്ളൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് അവർക്ക് പിന്നെ ഈ ഒരു ഹൈബ്രിഡ് എഞ്ചിൻ കൊടുക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഈ 7 സീറ്റർ മോഡലിൽ കൂടെ അവർ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം നമുക്ക് ആ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ അവൈലബിൾ അല്ല. ആകെപ്പാടെ ഉള്ളത് ഇന്നോവ ഹൈക്രോസിലാണ്. അത് ഈ ഒരു പ്രൈസ് പോയിന്റിലൊന്നും കിട്ടുകയില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആ വണ്ടി. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒരു സഫാരി, ഹാരിയർ, അൽക്കസാർ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊന്നും ആരും ഹൈബ്രിഡ് കൊടുക്കുന്നില്ല. കൂടുതൽ ആൾക്കാരും ഡീസലാണ് കൊടുക്കുന്നത്. പിന്നെ പെട്രോളും ചില കമ്പനികൾ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. ഇവരെന്തായാലും ഡീസലൊന്നും കൊടുക്കാൻ പോകുന്നില്ല, പെട്രോൾ മാത്രമായിരിക്കും ഈ 2 വണ്ടികളും വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ നിസാൻ്റെ എക്സ്ട്രയിലും ഇനി ഈ അടുത്ത് തന്നെ വരുന്നുണ്ട്. അതും പെട്രോൾ ഓൺലി ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനൊക്കെ വെച്ചിട്ട് 200 PS പവറൊക്കെ അതിന് വരുന്നുണ്ട്. എനിവേ ആ വണ്ടി അതിന് ശേഷമായിരിക്കും ഈ വണ്ടികളൊക്കെ വരാൻ പോകുന്നത്. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത് 2025 ഫസ്റ്റ് ഹാഫിലാണ്. അത് പക്ഷേ ഈ 7 സീറ്റർ വണ്ടിയല്ല, 5 സീറ്റർ വണ്ടികളായിരിക്കും ആദ്യം വരുന്നത്. ആദ്യം റെനോയുടെ വേർഷനും അത് കഴിഞ്ഞ് പിന്നെ നിസാൻ്റെ വേർഷനുമായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പിന്നെ ഒരു വർഷത്തിന് ശേഷമായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു 7 സീറ്റർ വേർഷൻസ് വരുന്നത്. അതുകൊണ്ട് അതിൽ ഹൈബ്രിഡ് പവർ ട്രെയിൻ വരാൻ ചാൻസ് കൂടുതലാണ്. അവർ ചിലപ്പോൾ ഈ ഡസ്റ്ററിലും അതുപോലെ അതിൻ്റെ നിസാൻ വേർഷനിലൊക്കെ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഇനീഷ്യലി കൊടുക്കാൻ കുറച്ച് ചാൻസ് കുറവാണ്. കാരണം അതിൻ്റെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ അവർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഹൈബ്രിഡ് ഇന്ത്യയിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ അവർ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ടർബോ പെട്രോൾസിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം ഇവരിപ്പോൾ ഈ വണ്ടികൾ ഇന്ത്യയിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് CMF-B എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ അകത്ത് മാക്സിമം ലോക്കലൈസേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 5,000 crores ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിസാനും അതുപോലെ റെനോവും കൂടെ ഇന്ത്യയിൽ ഈ പ്ലാറ്റ്ഫോം ലോക്കലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒബ്വിയസ്ലി ഈ വാഹനത്തിൻ്റെ പാർട്സിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനും മൊത്തത്തിലുള്ള ഈ വാഹനത്തിൻ്റെ കോസ്റ്റ് കൺട്രോൾ നിർത്താനും വേണ്ടിയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു വണ്ടി അവരധികം ലോക്കലൈസേഷൻ ഒന്നും അല്ലാണ്ട് ചുമ്മാ ഇറക്കി കഴിഞ്ഞ് ഒരു 10-12 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു 5 സീറ്റർ ഡസ്റ്റർ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ ആരും വാങ്ങില്ല. അതുകൊണ്ട് ഒരു 10 to 11 lakhs ഇടയിലുള്ള എൻട്രി ലെവൽ പ്രൈസ് പിടിക്കാനായിരിക്കും അവർ മിക്കവാറും നോക്കുന്നത്. അത് കഴിഞ്ഞ് 7 സീറ്ററിലേക്ക് വരുമ്പോഴേക്കും ഒരു 13-14 lakhs റേഞ്ചിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല പ്രൈസിങ് ആയിരിക്കും എന്ന് പറയാം. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിടിക്കാൻ. എനിവേ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.